ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഓഗസ്റ്റ് മാസം 17-ാം തീയതി ശനിയാഴ്ച ദിവസം 1200-ാം ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി, ഇന്ത്യൻ തീയതി ശ്രാവണ മാസം 26-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:18 അസ്തമയം വൈകുന്നേരം 6:35. നാളത്തെ ഉദയാൽപരം തിഥി ദ്വാദശി തിഥിയാണ്. ദ്വാദശി തിഥി ശനിയാഴ്ച രാവിലെ 8:04 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നീട് ത്രയോദശി തിഥിയാണ് വന്നു ചേരുക. ത്രയോദശി തിഥിയിലാണ് പ്രദോഷവ്രതം എടുക്കുക എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു. നാളത്തെ ഉദയാൽപരം നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രം ശനിയാഴ്ച ഉച്ചയ്ക്ക് 11:51 വരെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഉത്രാട നക്ഷത്രമാണ് ആരംഭിക്കുക. ഉത്രാട നക്ഷത്രം ശനിയാഴ്ച ഉച്ചയ്ക്ക് 11:51 മുതൽ ഞായറാഴ്ച രാവിലെ 10:16 വരെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രാട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. 1200-ാം ആണ്ട് ചിങ്ങമാസം 1-ാം തീയതിയാണല്ലോ നാളത്തെ ദിവസം. അപ്പോൾ ഈ ചിങ്ങമാസത്തിലേക്ക് കർക്കിടകൻ രാശിയിൽ നിന്ന് സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയം, ചിങ്ങൻ രാശി എന്ന് പറഞ്ഞാൽ ചിങ്ങമാസമാണ്. അപ്പോൾ ചിങ്ങമാസത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം വെള്ളിയാഴ്ച വൈകിട്ട് 7:46. കഴിഞ്ഞ വർഷം വ്യാഴാഴ്ച അർദ്ധരാത്രി 1:35. അപ്പോൾ ഈ വർഷം ഈ വീഡിയോ ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പേ കേൾക്കുന്നവർ തീർച്ചയായിട്ടും സന്ധ്യാദീപം അണയ്ക്കുന്നത് 7:46 കഴിഞ്ഞ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നത്. 7:46 എന്നുള്ളത് 7:55 ആകുമ്പോൾ സന്ധ്യാദീപം അണയ്ക്കുക എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നേരത്തെ കേൾക്കുന്നവർ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നാളത്തെ ഉദയാൽപരം നക്ഷത്രം പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്രപ്രകാരം ആരുടെയൊക്കെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി ചിന്തിക്കുന്നത്. അപ്പോൾ പൂരാട നക്ഷത്രപ്രകാരം അനുകൂലമായ ഫലങ്ങൾ ശനിയാഴ്ച ഉച്ചവരെ 11:51 വരെ വന്നു ചേരുന്നത് അശ്വതി, ഭരണി, അനിഴം, ചോതി, പൂരം, ഉത്രം, മൂലം എന്നീ നാളുകാരുടെ ജീവിതത്തിലായിരിക്കും. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് തിരുവോണം, ചതയ, ഉത്രട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞുവല്ലോ. അപ്പോൾ ഈ ശനിയാഴ്ച ഉച്ചയ്ക്ക് 11:51 മുതൽ ഞായറാഴ്ച രാവിലെ 10:16 വരെയുള്ള സമയം ഉത്രാട നക്ഷത്ര സമയമാണ്. ഈ സമയത്ത് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് ഭരണി, കാർത്തിക, തൃക്കേട്ട, വിശാഖം, ഉത്രം, അത്തം, പൂരാടം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭരണി, കാർത്തിക, തൃക്കേട്ട, വിശാഖം, ഉത്രം, അത്തം, പൂരാടം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പുതിയ മലയാള വർഷം ചിങ്ങമാസം 1-ാം തീയതി ഉച്ചയ്ക്ക് 11:51 മുതൽ അടുത്ത ദിവസം ഞായറാഴ്ച രാവിലെ 10:16 വരെയുള്ള സമയം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. അപ്പോൾ ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഉത്രാട നക്ഷത്രപ്രകാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 11:51 മുതൽ ഞായറാഴ്ച രാവിലെ 10:16 വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് മകയിരം, തിരുവാതിര, മൂലം, അനിഴം, ചോതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട്. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം, നാളെ ചിങ്ങമാസം 1-ാം തീയതി ശനിയാഴ്ച ദിവസമാണ്. ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ശുഭസമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. ശനിയാഴ്ച ദിവസം രാവിലെ 7:48 മുതൽ 9:18 വരെ ശുഭസമയമാണ്. പിന്നീട് 10:48 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചകഴിഞ്ഞ് 1:48 മുതൽ 5:18 വരെയും ശുഭസമയമാണ്. അപ്പോൾ ഉച്ചകഴിഞ്ഞ് 1:48 മുതൽ 5:18 വരെയുള്ള സമയം ഉത്രാട നക്ഷത്രം അനുകൂലമായിട്ടുള്ളവർ ആ സമയത്തൊക്കെ ശുഭകാര്യങ്ങൾ ചെയ്യുക. അതിനു മുമ്പ് 12:24 വരെ പൂരാട നക്ഷത്രപ്രകാരം അനുകൂലമായിട്ടുള്ളവരൊക്കെ ആ സമയം നോക്കി ശുഭകാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. നാളത്തെ ദിവസം ചിങ്ങമാസം 1-ാം തീയതിയാണല്ലോ, അപ്രകാരം കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനി ഈ അധ്യായത്തിൽ നമ്മൾ പതിവ് പോലെ ചിന്തിക്കുന്നത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് പറയുന്നത്. നാളത്തെ തീയതി 17 അതിന് ഒറ്റ സംഖ്യ ആക്കുമ്പോൾ 8 വരും. അങ്ങനെ ഏതൊരു മാസത്തെ 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ അത് ഒറ്റ സംഖ്യ ആക്കുമ്പോൾ 8 വരുന്ന അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമാണ്. കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുവാൻ കടും നീല, കടും പച്ച, മഞ്ഞ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ FP എന്നീ അക്ഷരങ്ങളുള്ളവർക്ക് നാളത്തെ ദിവസം ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി പറയുവാനുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. പുതിയ മലയാള വർഷത്തിൽ, അതായത് 1200-ാം ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി ചിങ്ങമാസം 1-ാം തീയതി സൂര്യൻ ചിങ്ങമാസത്തിലേക്ക് വരുന്നത്
കർക്കിടക മാസം 32-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:46 അപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ട് 7:46 സൂര്യൻ കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് അല്ലെങ്കിൽ ചിങ്ങമാസത്തിലേക്ക് കടന്നു വരിക. അപ്പോൾ ഈ 7:46 ലഗ്നം കണ്ടുപിടിച്ചാൽ കുംഭലഗ്നമാണ് വന്നു ചേരുക. അപ്പോൾ കുംഭലഗ്ന പ്രകാരം ചൊവ്വ നിൽക്കുന്നത് 4-ാം ഭാവത്തിലാണ്. 4-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് നല്ലതല്ല. കഴിഞ്ഞ വർഷം 1999-ാം ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി സൂര്യൻ കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് വന്ന വ്യാഴാഴ്ച അർദ്ധരാത്രി 1:35 ആ സമയത്തെ ലഗ്നം ഇടവലഗ്നമായിരുന്നു. അപ്രകാരം 4-ാം ഭാവത്തിലാണ് കുജൻ നിന്നതും. പഞ്ചാംഗം നോക്കിയാൽ അത് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ 4-ാം ഭാവത്തിൽ കുജൻ നിൽക്കുന്നത് നല്ലതല്ല. 3-ാം ഭാവം, 6-ാം ഭാവം, 11-ാം ഭാവം ഇതൊക്കെയാണ് ഈ നല്ല ഭാവങ്ങൾ. അപ്പോൾ ഇങ്ങനെ 4-ാം ഭാവത്തിൽ കുജൻ നിന്നാൽ അത് നല്ലതല്ല. കുജൻ മണ്ണിനെ കേന്ദ്രീകരിക്കുന്ന ഒരു ഗ്രഹമാണ്. ഭൂമിയെ സംബന്ധിച്ച്, ഭൂസ്വത്ത് സംബന്ധിച്ച് ജ്യോതിഷത്തിൽ പറയുന്ന ഗ്രഹമാണ് കുജൻ. കുജനെ സംബന്ധിച്ചാണ് ഒരു വ്യക്തിയുടെ ഭൂസ്വത്തുക്കളെക്കുറിച്ചൊക്കെ പറയുന്നത്. അത് കുജൻ്റെ ബലം, കുജൻ ഏത് ഭാവത്തിൽ നിൽക്കുന്നു അങ്ങനെയൊക്കെ നോക്കിയാണ്. അപ്പോൾ അവിടെ ശത്രുതയുണ്ടോ എന്നൊക്കെ നോക്കിയാണ്. അപ്പോൾ അപ്രകാരം ഈ കുജൻ ഈ വർഷവും, അതായത് 2025 ജൂലൈ മാസം അല്ലെങ്കിൽ 1200-ാം ആണ്ടിൽ ഈ കുജനും ചന്ദ്രനും ഒരുമിച്ച് ചേരുന്ന ഒരു ദിവസമുണ്ട്. അത് കർത്തവാവിനോടനുബന്ധിച്ച സമയമാണ്. ആ സമയത്ത് ഈ വർഷവും ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം. അതായത് 1200-ാം ആണ്ട് കർക്കിടക മാസം 8-ാം തീയതിയാണ് അമാവാസി. 8-ാം തീയതിയാണ് അമാവാസി. അപ്പോൾ ആ അമാവാസി എന്ന് പറയുന്നത് ജൂലൈ മാസം 24-ാം തീയതിയാണ്. ജൂലൈ മാസം 25-ാം തീയതിയോടുകൂടി കുജനും ചന്ദ്രനും ഒരുമിച്ച് ചേരും. അപ്പോൾ ചന്ദ്രന് ബലമില്ല, കുജൻ ബലവാനാണ്. അപ്പോൾ വീണ്ടും ഈ വർഷത്തെപ്പോലെ തന്നെ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട്. ഈ വർഷം ഉരുൾപൊട്ടൽ നടന്നത് എങ്ങനെയാണ്? കുജൻ ഇടവൻ രാശിയിലായിരുന്നു. രോഹിണി നക്ഷത്രത്തിൽ നിന്ന സമയത്ത് രോഹിണി നക്ഷത്രത്തിലേക്ക് അമാവാസിയിൽ ചന്ദ്രൻ ബലമില്ലാതെ വന്നു. ഞാൻ അപ്പോഴേ എൻ്റെ ഗ്രൂപ്പിൽ പറഞ്ഞു ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട്. കാരണം ചന്ദ്രൻ ജലമാണ്, ചൊവ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നിയാണ്, ബോംബാണ്. അത് പൊട്ടു എന്ന് പറഞ്ഞു. അന്ന് തലേദിവസം രാത്രി തന്നെ അത് പൊട്ടി. പക്ഷേ ഞാനത് അറിഞ്ഞില്ല. ഞാനെങ്കിലും എൻ്റെ ഗ്രൂപ്പിൽ അത് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വർഷം ഞാനത് നേരത്തെ പറയുകയാണ്. ഈ വർഷം ജൂലൈ മാസത്തിലാണ് അത് സാധ്യത. 2025 ജൂലൈ മാസത്തിലാണ് സാധ്യത. 1200-ാം ആണ്ട് കർക്കിടക മാസം 24 മുതൽ 27 വരെയുള്ള ആ തീയതികളിൽ എപ്പം വേണമെങ്കിലും നടക്കാം. ആ സമയത്ത് അത് സംഭവിക്കാമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. എവിടെയെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും അത് നടന്നിരിക്കും. ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം എവിടെയാണോ അവിടെ ആയിരിക്കും അത് സംഭവിക്കുക എന്നുള്ളതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതാണ് ഞാൻ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഈ അധ്യായത്തിൽ പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. ഇന്നത്തെ നക്ഷത്രഫലം ഒരു പ്രത്യേക രീതിയിലാണ്. സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് കടന്നു വന്നു. അപ്രകാരം ഉള്ള അനുഭവങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മേടക്കൂറുകാരെ സംബന്ധിച്ച് മേടക്കൂറുകാരുടെ 5-ാം ഭാവത്തിലേക്കാണ് സൂര്യൻ കടന്നു വരുന്നത്. 5-ാം ഭാവത്തിൽ സൂര്യൻ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത്. സൂര്യൻ 5-ാം ഭാവത്തിലേക്ക് കടന്നു വരുന്നതും ചന്ദ്രൻ 9-ാം ഭാവത്തിൽ നിൽക്കുന്നതും അവർക്ക് നല്ലൊരു അനുഭവത്തെ കൊടുക്കുന്നു. സൂര്യനും ചന്ദ്രനും നല്ല അനുഭവത്തെ കൊടുക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. കാരണം 5-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ അവർക്ക് നാളത്തെ ദിവസം ശനിയാഴ്ച ദിവസമാണെങ്കിൽ പോലും ഈ സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് വരികയും ഒപ്പം ചന്ദ്രൻ ധനുരാശിയിൽ നിൽക്കുന്നു. ഈ ശനി ആകട്ടെ അവർക്ക് 11-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും മേടക്കൂറുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. സൂര്യൻ 5-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിശക്തി കൂടുതലായിരിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ബന്ധുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമായി വന്നു ചേരും. കാരണം ചന്ദ്രൻ 9-ാം ഭാവത്തിൽ നിൽക്കുന്നു. ബന്ധുക്കൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ, അതുപോലെ തന്നെ 5-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നാളത്തെ ദിവസം ഈ മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നാളുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഞാനത് വിശദീകരിച്ച് ഓരോ അവസ്ഥയെക്കുറിച്ചും പറയേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായ നല്ല അനുഭവങ്ങൾ തന്നെയാണ് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് സൂര്യൻ 8-ാം ഭാവത്തിലാണ്
സൂര്യൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു, ചന്ദ്രൻ 8-ാം ഭാവത്തിൽ നിൽക്കുന്നു, ശനി 10-ാം ഭാവത്തിൽ നിൽക്കുന്നു. നാളത്തെ ദിവസം ശനിയാഴ്ച ദിവസമാണല്ലോ, ശനിയുടെ സ്വാധീനമുള്ള ദിവസമാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തിക്താനുഭവത്തെ കൊടുക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ മാനസികവും ശാരീരികവുമായുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ കൊടുക്കും. പക്ഷെങ്കിൽ ശനി 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി തൊഴിൽപരമായിട്ടുള്ള നേട്ടത്തെ കൊടുക്കും. പക്ഷേ അത് നാളെ ഒരു പുതിയ തൊഴിൽ കിട്ടുന്നൊരു വ്യക്തിക്ക് ആ തൊഴിൽ സ്ഥിരമായിട്ട് ലഭിക്കണമെന്നൊന്നുമില്ല, എങ്കിലും തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം ഇടവക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ, ക്ലേശങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നഷ്ടസാധ്യതകൾ നിലനിൽക്കുന്നു. എന്നാൽ തൊഴിൽപരമായി നേട്ടമുണ്ട്. ആ നേട്ടം പുതുതായിട്ടൊരു ജോലി കിട്ടുന്ന ആൾക്ക്, നാളത്തെ ദിവസം പുതിയൊരു ജോലി പ്രവേശിക്കുന്ന ആൾക്ക് ആ ഒരു നേട്ടം സ്ഥിരമായിട്ട് നിൽക്കണം, ജീവിതകാലം മുഴുവൻ സ്ഥിരമായിട്ട് നിൽക്കണമെന്നില്ല എന്നുള്ളതാണ്. 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ഐശ്വര്യം സ്ഥായിയല്ല, സ്ഥിരതയല്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി മിഥുനക്കുറുകാരെ സംബന്ധിച്ച് 3-ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്, 7-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, അവരുടെ 9-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. അപ്പോൾ ഈ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ അവർക്ക് മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങളൊക്കെ വന്നു ചേർന്നാൽ പോലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ആത്മീയമായി വലിയ പ്രചോദനം കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അതായത് പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യുക, അവിടെ ദർശനം നടത്തുക, നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കുക, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല കുട്ടികൾ, അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി പോകും. അതുപോലെ തന്നെ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ദാമ്പത്യ ജീവിത വിജയം കൊടുക്കും, തൊഴിൽപരമായുള്ള നേട്ടങ്ങൾ കൊടുക്കും, അങ്ങനെയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ കൊടുക്കും. പക്ഷെങ്കിൽ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇവർക്ക് ഭാഗ്യവും ഭാഗ്യക്കേടുകളും കൊടുക്കുന്ന ഒരു ദിവസമാണെന്നുള്ളത് മിഥുനക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ ദിവസം അനുഭവം ഇങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് 2-ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അവർക്ക് 6-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, 6-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു. അപ്പോൾ അവരുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ പിതാവ് മുഖേന ആ ഭവനത്തിൽ ധനം വന്നില്ലേ, മേലധികാരികളിൽ നിന്നൊക്കെ ധനം വന്ന് ചേരുമെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിനോ കലഹത്തിനോ ഒക്കെ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ മൊത്തത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഉണ്ടാകുവാനുള്ള സാധ്യതയൊക്കെയാണ് അത് വന്നു ചേരുക. അതുപോലെ തന്നെ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ വെളുത്തപക്ഷ ചന്ദ്രനായതുകൊണ്ട്, ബലമുള്ള ചന്ദ്രനാണ്, രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊന്നും നാളത്തെ ദിവസം കൂടുതലായിട്ട് അലട്ടത്തില്ല. അങ്ങനെ വലിയ ഒരു തട്ടുകേടൊന്നും പറ്റത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. എങ്കിലും ചെറിയ രീതിയിലൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി, ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖക്കുറവ്. അപ്പോൾ അങ്ങനെയുള്ള എന്തിനാ ജീവിച്ചിരിക്കുന്നത് പോലെയുള്ള മരിച്ചേക്കാം എന്നുള്ള ചിന്ത വരെ കൊടുക്കും. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലാണ് ഈ ശനി നിൽക്കുന്നത്. അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് നാളത്തെ ദിവസം. എന്നാൽ ഇവർക്ക് തൊഴിൽപരമായ നേട്ടമുണ്ട്, കർക്കിടകക്കൂറുകാർക്ക് തൊഴിൽപരമായ നേട്ടമുണ്ട്. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടിയാണ് ഈ കർക്കിടകക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. കുടുംബത്തിലെ പല വിഷയങ്ങളും അവർക്ക് സ്വസ്ഥതക്കേട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ചിങ്ങം മാസത്തിലും തുടരും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് രാജയോഗ സമയമാണ്. അവരുടെ ലഗ്നഭാവത്തിൽ ചിങ്ങൻ രാശിയിൽ ആരൊക്കെ നിൽക്കും? ശുക്രൻ നിൽക്കുന്നു, ബുധൻ നിൽക്കുന്നു, സൂര്യൻ. ഇപ്പോൾ സൂര്യൻ ബുധനുമായിട്ട് ശുക്രനുമായിട്ടൊക്കെ യോഗം ചെയ്ത് നിൽക്കുകയാണ്. തന്നെയല്ല അവരുടെ 4ഉം 5ഉം ഭാവത്തിൻ്റെ അധിപൻ 10-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. രാജയോഗമാണ്. രാജയോഗ തുല്യമായ അനുഭവങ്ങളാണ് ചിങ്ങക്കൂറുകാർക്കിപ്പോൾ. അവർക്ക് എല്ലാം കൊണ്ട് സൗഭാഗ്യകരമായ അനുഭവങ്ങളാണ് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ തൽക്കാലം ചിലർക്കൊക്കെ ഉണ്ടാകും, ചിലർക്കില്ലാതാകും. അപ്പോൾ എങ്കിലും അവർക്ക് പല കാര്യങ്ങളും തൊഴിൽപരമായൊക്കെ രാജയോഗമാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് രാജയോഗ തുല്യമായ അനുഭവം, സമൃദ്ധി, ഇഷ്ടം പോലെ ജോലി ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. അവർക്ക് നല്ല അനുഭവങ്ങൾ കൂടിയായിരിക്കും നാളത്തെ ദിവസം കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം 12-ലാണ് സൂര്യൻ നിൽക്കുന്നത്, 4-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, 6-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. അപ്പോൾ നാളത്തെ ദിവസം ശനിയുടെ ദിവസമാണ്. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അവർക്ക് ദോഷമൊന്നും ചെയ്യത്തില്ല. എങ്കിൽ പോലും ശനി എന്ന് പറയുന്ന ഗ്രഹം
എന്താണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാത്തിനും തടസ്സമാണ്. പക്ഷെങ്കിൽ ശനിക്ക് ഉത്തമമായ സ്ഥാനം 6-ാം ഭാവമാണ്. അപ്പോൾ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി നാളത്തെ ദിവസം ഈ ജാതകർക്ക് എന്ത് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം കൊടുക്കും. അതുപോലെ തന്നെ ശത്രുക്കളുണ്ടെങ്കിൽ ശത്രുക്കളൊക്കെ നാളത്തെ ദിവസം തലപൊക്കത്തില്ല. വാദപ്രതിവാദങ്ങളിൽ ഇവർ ജയിക്കും. കൃഷി കാര്യങ്ങൾക്ക് നേട്ടം ഉണ്ടാകും. ധനനേട്ടവും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളെ അവർക്ക് കൊടുക്കും. അപ്പോൾ അവർക്ക് 12-ൽ നിൽക്കുന്ന സൂര്യൻ അവർക്ക് നാളത്തെ ദിവസം ബുദ്ധിപരമായ പരാജയങ്ങളൊക്കെ കൊടുക്കും. അലസത അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് കൊടുക്കും. ബുദ്ധിപരമായ പരാജയം സംഭവിക്കും. നേത്രരോഗം വന്നു ചേരാം. ധനനഷ്ടത്തിനും സാധ്യതയുണ്ട്. പുത്ര ദുഃഖത്തിനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടിയായിരിക്കും നാളത്തെ ദിവസം കന്നിക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടം ഉണ്ടായാൽ പോലും ചിലപ്പോൾ അവിടെ ഒരു പരാജയം സംഭവിച്ചായിരിക്കും ഒരു വീടോ വസ്തുവോ ഇപ്പോൾ ഒരു വീട് വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു ഭൂമി വാങ്ങിച്ചു. പക്ഷെങ്കിൽ അവിടെ ബുദ്ധിപരമായ ചിലപ്പോൾ പരാജയം സംഭവിച്ച് ധനനഷ്ടപ്രകാരമായിരിക്കും. അല്ലെങ്കിൽ മേടിക്കുന്ന വസ്തുവിന് അല്ലെ അത്രയും വിലയില്ലായിരിക്കാം. പക്ഷെങ്കിൽ ഒരു ബുദ്ധിമോശം കൊണ്ട് ചില ധനനഷ്ടം വന്നായിരിക്കും അത് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അനുഭവം വരിക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഒരു ദിവസം ചില കാര്യങ്ങളിൽ നേട്ടം, ചില കാര്യങ്ങളിൽ കോട്ടം എന്ന് പറഞ്ഞതുപോലെ അതാണ് കന്നിക്കൂറുകാരുടെ നാളത്തെ അനുഭവം. ഓക്കെ, ഇനി തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ 3/4 നാളുകാരെ സംബന്ധിച്ച് 11-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു, നല്ലതാണ്. 3-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, നല്ലതാണ്. 5-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു, മോശമാണ്. അപ്പോൾ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി എന്താണ് ദോഷം ചെയ്യുന്നത്? അവർക്ക് കാര്യവിജയം ഉണ്ടാകത്തില്ല. ഏതൊരു കാര്യത്തിൽ ഇടപെട്ടാൽ അവിടെ എല്ലാം തടസ്സം ഉണ്ടാകും. ആൺമക്കളെ കൊണ്ട് ദുഃഖവും പ്രയാസവും ദുരിതവും ഒക്കെ ഉണ്ടാകും. കാര്യവിജയം ഉണ്ടാകത്തില്ല. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും തടസ്സമായിട്ട് അങ്ങനെ അങ്ങ് പോകും. ബുദ്ധിപരമായ പരാജയം ഉണ്ടാവും. ആൺമക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങളും ഉണ്ടാവും. എന്നാൽ 11-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ഇവർക്ക് ഈ ജാതകർക്ക് ബുദ്ധിപരമായുള്ള പ്രവർത്തന വിജയത്തിന് വേണ്ടി നല്ല ബുദ്ധിയെ കൊടുക്കും. അപ്പോൾ ഈ ശനിയാകട്ടെ അതില്ലാതാക്കും. ശനിയും സൂര്യനും ശത്രുക്കളാണ്. അപ്പോൾ 11-ൽ നിൽക്കുന്ന സൂര്യൻ ഈ ജാതകർക്ക് ബുദ്ധിയെ കൂടുതൽ പ്രകാശിപ്പിക്കുമ്പോൾ ശനി അവിടെ നിന്നുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തും. അതാണ്, ഇവർ തമ്മിൽ ശത്രുക്കളാണ്. അപ്പോൾ അങ്ങനെ തടസ്സപ്പെടുത്തും. പക്ഷെങ്കിൽ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ 3-ാം ഭാവത്തിൽ നിൽക്കുന്നെങ്കിലും ആ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടും നേട്ടമില്ല. അപ്പോൾ നാളത്തെ ദിവസം തുലാക്കൂറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരുന്ന ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ചന്ദ്രൻ്റെ അനുകൂലമായ ഇടപെടൽ കൊണ്ട് നടന്നു പോകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് 10-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു, അവരുടെ 2-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, 4-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. അപ്പോൾ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇവർക്ക് ദോഷത്തെ കൊടുക്കും. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, മാതാവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ, മാതൃസ്വത്തൊക്കെ സംബന്ധിച്ചുള്ള അനുഭവങ്ങളൊക്കെ തിക്താനുഭവങ്ങൾ, സ്വത്ത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തിക്താനുഭവങ്ങൾ കൊടുക്കുന്നൊരു ഗ്രഹമാണ് 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി. അപ്പോൾ അവർക്ക് മാതാവ് മുഖേന ധനം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ തൊഴിൽ ഗുണമുണ്ട്. അങ്ങനെ ദാമ്പത്യ ജീവിത സുഖമുണ്ട്. എല്ലാ കാര്യങ്ങളും അനുകൂലമായൊരു ദിവസമാണെങ്കിൽ പോലും കുടുംബവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ആ ഒരു കാര്യങ്ങളിൽ തർക്കമോ അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വൃശ്ചികക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായ നേട്ടമുണ്ട്. ധനപരമായി കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഒക്കെ അനുകൂലമാണ്. തൊഴിൽ ഗുണമുണ്ട്. ദാമ്പത്യ ജീവിത വിജയമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോഴാണ്, അതായത് വീട്, വസ്തു, വാഹനം, ഭൂമി സംബന്ധിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വത്ത് വിൽക്കാൻ സംബന്ധിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിക്താനുഭവമായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം 9-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ചന്ദ്രൻ അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നു. ശനി 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ച് നാളത്തെ ദിവസം 9-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ അവർക്ക് ഈശ്വരവിശ്വാസം വർദ്ധിപ്പിക്കുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ സത്യസന്ധതയോടുകൂടി പെരുമാറുന്ന ദിവസമാണ്. നല്ല ബന്ധു ഗുണമൊക്കെ അനുഭവിക്കുന്നൊരു ദിവസമാണ്. ബന്ധുജന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. അറിവുള്ളവരെ പോലെ പെരുമാറുന്ന ദിവസമാണ്. നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. അതുപോലെ തന്നെ ചന്ദ്രൻ ജന്മത്തിൽ നിൽക്കുന്നു. മാതൃസുഖമുണ്ട്. അവർക്ക് മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുണം അനുഭവത്തിൽ വന്നിരുന്ന ദിവസമാണ്. നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. എല്ലാം കൊണ്ട് നല്ലതാണ്. ശനിയാകട്ടെ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി
സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ വന്നു പോയാലും കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ശനി കൊടുക്കുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അനുകൂലമാണ്. ഈ സഹോദരൻ്റെ ഭാഗം ഒഴിച്ചു വെച്ചാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് ധനുക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കുറാണ്. മകരക്കുറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. ഏതൊരു ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലും കഷ്ടത്തെ കൊടുക്കുന്നതാണ് പറയുന്നത്. എന്നാൽ അഷ്ടമത്തിൻ്റെ അധിപനായ ഗ്രഹം അഷ്ടമത്തിൽ തന്നെ നിന്നാൽ കഷ്ടതയൊന്നും വരത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ചിങ്ങക്കൂറിൻ്റെ അധിപനായ സൂര്യനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് സൂര്യൻ്റെ സ്വക്ഷേത്രത്തിൽ അഷ്ടമത്തിൻ്റെ അധിപനായിട്ട് നിൽക്കുമ്പോൾ മകരക്കുറുകാരെ സംബന്ധിച്ചുള്ള ചിങ്ങമാസത്തിൽ വലിയ തിക്താനുഭവങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല. പക്ഷെങ്കിൽ ഈ സൂര്യൻ അഷ്ടമത്തിൻ്റെ അധിപൻ 7ാം ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക. ദാമ്പത്യ ജീവിത സുഖക്കുറവും മറ്റ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അഷ്ടമത്തിൻ്റെ അധിപൻ അഷ്ടമത്തിൽ നിന്നാൽ വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. പക്ഷെങ്കിൽ അഷ്ടമത്തിൽ വേറെ 2 ഗ്രഹങ്ങൾ നിൽപ്പുണ്ട്. ബുധനുണ്ട്, ശുക്രനുണ്ട്. അപ്പോൾ അവർക്ക് ബുധനാണ് ദോഷം ചെയ്യുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധനാണ് ദോഷം ചെയ്യുന്നത്. സൂര്യനോ ഒന്നും ദോഷമില്ല. പക്ഷെങ്കിൽ ഈ സൂര്യനും ബുധനും കൂടെ കൂടിച്ചേരുമ്പോൾ അന്തരം വേറൊരു തലത്തിലേക്ക് ഈ അനുഭവം മാറുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ജ്യോതിഷം പറയുന്ന കാര്യം. അപ്പോൾ അത് ദോഷം മാറി നല്ല അനുഭവങ്ങളിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അവരുടെ 12ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 12ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. തളർച്ച, അലസത, കാര്യപ്രാപ്തിക്കുറവ്, മാതൃക്ലേശം, അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത് 12ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ. പക്ഷേ ചന്ദ്രൻ ധനുരാശിയിൽ നിന്നാൽ അങ്ങനെ ദോഷമൊന്നും വരത്തില്ല എന്നുള്ളൊരു അഭിപ്രായവുമുണ്ട്. എങ്കിലും ഈ മകരക്കുറുകാരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ശനിയെ ഈ ബുധനും ശുക്രനും സൂര്യനും ഒക്കെ വീക്ഷിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഒരു പോസിറ്റീവ് എനർജി തന്നെയായിരിക്കും വന്നു ചേരുക എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും മിതമായ അനുഭവങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം. കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും ആരോഗ്യസ്ഥിതിയും എല്ലാം മിതമായ ഒരു രീതിയിൽ വന്നു ചേരുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൂർട്ടാതി 3/4 നാളുകാർക്ക് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു, 11ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, ശനി അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ 7ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ അവർക്ക് ദാമ്പത്യ ജീവിത സുഖത്തെയൊക്കെ ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ സൂര്യൻ അവിടെ തനിച്ചല്ല, സൂര്യൻ ബുധനുണ്ട്, ശുക്രനുമായിട്ടൊക്കെയാണ് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ കാര്യമായിട്ടുണ്ടാകത്തില്ല. തൊഴിൽപരമായുള്ള നേട്ടവും അതുപോലെ തന്നെ നല്ല ദാമ്പത്യ ജീവിത വിജയമൊക്കെ ഉണ്ടാകും. കാരണം അവിടെ ഒരു ഗ്രഹം ദോഷമായിട്ട് തിന്നാൽ മറ്റൊരു ഗ്രഹം അതിന് ബദലായിട്ട് ശക്തിയായിട്ട് നിൽക്കും. ഇപ്പം ചന്ദ്രൻ അവർക്ക് ശക്തിയായിട്ടാണ് നിൽക്കുന്നത്, ശക്തി കൊടുക്കുന്ന 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എല്ലാ കാര്യങ്ങളും നല്ല അനുഭവങ്ങൾ തന്നെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കാലത്തുരുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് 6ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. നല്ലതാണ്. ധനധാന്യ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ 10ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, അതും നേട്ടമാണ്. അങ്ങനെ നേട്ടങ്ങളുടെ അനുഭവങ്ങൾ തന്നെ വന്നു ചേരുന്നൊരു ദിവസമാണ്. എന്നാൽ 12ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. 12ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ധനനഷ്ടത്തെ കൊടുക്കും. എല്ലാ കാര്യങ്ങളിലും കുടുംബ ജീവിതം, ധനപരമായിട്ടുള്ള വിഷയങ്ങൾ, എല്ലാ കാര്യങ്ങളിലും നഷ്ടത്തെ കൊടുക്കും. അവരുടെ ജീവിതാനുഭവത്തിൽ എന്ത് തൊട്ടാലും നഷ്ടമായിരിക്കും ഭവിക്കുക എന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ആ നഷ്ടസാധ്യതയെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഈ ശനിയെ ദൃഷ്ടി ചെയ്യുന്ന ബുധൻ ദൃഷ്ടി ചെയ്യുന്നു, ശുക്രൻ ദൃഷ്ടി ചെയ്യുന്നു, സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ നഷ്ടസാധ്യതയ്ക്ക് നാളത്തെ ദിവസം കുറവാണ്. 10ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അവർക്ക് നാളത്തെ ദിവസം നേട്ടങ്ങളെ കൊടുക്കും. അതുപോലെ തന്നെ 6ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനും നേട്ടത്തെ കൊടുക്കും. ധനധാന്യ നേട്ടം, തൊഴിൽ ഗുണം, മാതൃഗുണം, അങ്ങനെയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാൻ. നഷ്ടസാധ്യതകൾക്ക് നാളത്തെ ദിവസം കുറവാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം കേരളത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കാം. നാളത്തെ ദിവസം കേരളത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? കേരളത്തിൻ്റെ സ്ഥിതി, ചിങ്ങൻ രാശിയിലേക്ക് സൂര്യൻ കടന്നു വരുന്നു. സൂര്യൻ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ സൂര്യനെ ശത്രുഗ്രഹങ്ങൾ വീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. നാളത്തെ ദിവസം ഈ സൂര്യനെ ശത്രുഗ്രഹമായ ശനി വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുള്ള ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. എങ്കിലും
ചന്ദ്രൻ ബലവാനായിട്ടാണ് നിൽക്കുന്നത്. ധനുരാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. എല്ലാ പ്രിയപ്പെട്ടവരെയും, ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.